ഹലോ ഗൈസ്, ഇന്നലെ വന്ന് കയറിയിട്ട് ട്രെയിനിൽ മുഷ്ടിൽ മാറ്റാൻ നേരെ ഒരു കുളിയും പാസ്സായി കിടന്നപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയെങ്കിലും എണ്ണിക്കാൻ ആരും ലേറ്റ് ആയിട്ടില്ലായിരുന്നു. പരിഷ്കാര ലേശം കൂട്ടാനോ അതെല്ലാവരും എണ്ണിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രാവിലെ തന്നെ ബെഡ് കോഫി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി രാവിലെ തന്നെ പെട്ടി കിടക്കി കേട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ സൈറ്റ് സീൻ കഴിഞ്ഞ് നേരെ ഡൽഹിക്ക് വിടുകയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ റൂം വെക്കേറ്റ് ആക്കി. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് സ്റ്റെപ്പ് തട്ടി താഴെ വീണെന്ന് എഴുതിയിട്ട് നമ്മൾ നേരെ കുടുക്കയും കിടക്കെ എടുത്തോണ്ട് ലിഫ്റ്റ് വഴി താഴോട്ട്. ഫുഡ് കഴിക്കാനുള്ള വികൃതിയിൽ ഓടിത്തുള്ളി ചെന്ന പാടെ ഒരു പട്ടിക്കഞ്ച് പോലും എടുത്താത്തോണ്ട് ഒട്ടും തിരക്കില്ല. ഞങ്ങൾക്ക് രാവിലെ തന്നെ ഫുഡ് കിട്ടി. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശ സാമ്പാറായിരുന്നു. ദോശ രാവിലെ തൊണ്ടയിൽ ഇറങ്ങി പോകാൻ വേണ്ടി കാപ്പിയും കൂടെ കുടിച്ചായിരുന്നു. നമ്മൾ കുറച്ചധികം നേരത്തെ എത്തിയോണ്ട് തന്നെ ഫുഡ് കഴിപ്പും കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളവർ കഴിച്ചു കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി വിശപ്പ് മാറി കുറച്ച് സമാധാനത്തിൽ വെയിറ്റ് ചെയ്യാം. തെക്ക് വടക്ക് നോക്കി തല എടുക്കുന്നതിന് മുന്നേ തന്നെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആഗ്ര ഫോർട്ട് ആയിരുന്നു. സമയത്തിന്റെ അതിപ്രസരം കാരണം ചെന്നപാടെടുത്ത് 1-2 ഫോട്ടോസ് അല്ലാതെ വേറെ ഒരു ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിത്തുള്ളി പോയെങ്കിൽ പോലും ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലൈനിന്റെ ബാക്കിലായി പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ബോംബ് കത്തിത്തോക്ക് മുതലാവ നമ്മുടെ കയ്യിലെന്ന് ഉറപ്പുവരുന്ന ശേഷം മാത്രം നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയെടുത്തുള്ളൂ. അതായത് ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക്. ആൻഡ് അവരെ തന്നെ നമുക്ക് തന്ന ടിക്കറ്റ് നമ്മൾ അവരെ തന്നെ തിരിച്ചു കാണിച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറണം. എന്തൊക്കെയല്ലേ. ഇതാണ് ജഹാംഗീറിന്റെ ബാറ്റർ കേട്ടോ. ഒറ്റ സ്റ്റോണിൽ. അതെ, ഇതിനകത്താണ് ഓൻ കുളിച്ചോണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും നേർവഴി കാണിക്കാനും ഇതിനെക്കുറിച്ചുള്ള ആധ്യാത്മികമായുള്ള അറിവ് പകർന്നു തരാൻ വേണ്ടി നമുക്കൊരു ഗൈഡിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം വർഷങ്ങൾ പഴക്കമുള്ള സ്ഥലമാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ഇവരുടെ ടെക്നോളജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെരി ഇന്നോവേറ്റീവ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് താജ്മഹൽ കണ്ടിട്ട് എന്റെ കണ്ണ് മഞ്ഞിലിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം നമ്മളിവിടെ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ കൃതാർത്ഥയായിരുന്നു. ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് എല്ലാം ആചാരമാക്കി തീർക്കാൻ പോകുന്ന ക്ലാസ് ഫോട്ടോക്ക് ഇവിടെ തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് നമുക്ക് പോവാം. അങ്ങനെ ആ സ്ഥലം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി താജ്മഹലിലോട്ട്. ഇവിടെ വന്നപ്പോഴും വെയിലില്ലാത്തതുകൊണ്ട് തന്നെ അധികം നല്ല ഫോട്ടോസ് നമുക്ക് നല്ല ലൈറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. വന്നു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. പണ്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടോണ്ടിരുന്നതാ. ഇപ്പൊ നേരിട്ട് കണ്ടു ഞങ്ങള്. എല്ലാവരും വരണം. അതെ, വളരെയധികം. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ രാവിലെ വെക്കേറ്റ് ആക്കി അതേ ഹോട്ടലിൽ തന്നെ പോയിട്ടാണ് ലഞ്ച് കഴിച്ചത്. ഇതിപ്പോ എന്തിനാണ് അവിടെ നിന്ന് വെക്കേറ്റ് ആക്കി വെച്ച്? ഒന്നല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സെങ്കിലും മാറായിരുന്നു. ഫുഡും കഴിച്ച് നേരെ ബസ്സിൽ കയറിയിട്ട് ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ 4 മണിക്ക് ചായ കുടിക്കാനുള്ള ഷോപ്പിലാണ് ഞാൻ എണീറ്റത്. അവിടെ നിന്ന് കാപ്പി പിടിച്ച് എല്ലാവരും ഓണായി സ്ഥിതിക്ക് പോകുന്ന വഴി കുറച്ച് ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ പാട്ടും കൂത്തുമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നീണ്ടൊരു 3-4 മണിക്കൂർ യാത്രയാണെങ്കിൽ പോലും സമയം പോയത് ആരും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതിൽ രാത്രിയോടെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഡൽഹിയിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പം അത്ര തന്നെ ബൈ.